നമസ്കാരം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എംപിമാരെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കേണ്ടതില്ല എന്ന കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ തീരുമാനം കൊടും ചതിയായി പോയി എന്ന് പറയാതിരിക്കാനാവില്ല. പലരും എത്രയെത്ര സ്വപ്നങ്ങളാണ് നെയ്തു കൂട്ടിയത് ഈ തെരഞ്ഞെടുപ്പിൽ. എന്തായാലും UDFന് അധികാരം ലഭിക്കുമെന്ന് പല സർവേകളും വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ നിയമസഭയിലേക്ക് മത്സരിച്ച് ഒരു മന്ത്രിയൊക്കെയായി പോലീസിന്റെ അകമ്പടിയോടുകൂടി കൊടിവച്ച കാറിൽ സഞ്ചരിക്കാം എന്നൊക്കെയായിരുന്നു പലരുടെയും സ്വപ്നങ്ങൾ. ഇതൊക്കെ ഒറ്റയടിക്കാണ് ഇന്ന് കൂടിയ തെരഞ്ഞെടുപ്പ് സമിതി തകർത്തു കളഞ്ഞത്. അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കും എന്ന് പറയുന്നത് എത്ര ശരിയാണ് എന്ന് ചില സംഭവങ്ങളെങ്കിലും നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ തങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് സ്വമേധയാ പ്രഖ്യാപിക്കാൻ മുന്നോട്ട് വന്നത് കോൺഗ്രസിന്റെ 1-2 എംപിമാർ മാത്രമാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. സംസ്ഥാനത്ത് ലോക്സഭയിലേക്ക് 20 എംപിമാരാണുള്ളത്. അതിൽ 14 പേരും കോൺഗ്രസിൽ നിന്നുള്ള എംപിമാരാണ്. ഇവരിൽ ചിലരാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നും അങ്ങനെ മത്സരിച്ച് വിജയിച്ചാൽ ഒരു മന്ത്രിയാകാൻ തങ്ങളെ പരിഗണിക്കും എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും അതിനുവേണ്ടി ചില ശ്രമങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നത്. മുൻകാല അനുഭവങ്ങൾ പലർക്കും പാഠമാകുന്നില്ല എന്നത് വീണ്ടും വീണ്ടും നമുക്ക് എടുത്തു പറയേണ്ടി വരുന്നു. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് MLA ആയിരുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു. അങ്ങനെ മത്സരിച്ച് വിജയിച്ചതിനു ശേഷം അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചു ആ സീറ്റിലേക്ക് ഉപതിരഞ്ഞെടുപ്പ് നടന്നു മറ്റൊരാൾ MLA ആയി. ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് UPAക്ക് അധികാരം ലഭിക്കുമെന്നും മുൻപ് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയിൽ അഹമ്മദ് കേന്ദ്ര മന്ത്രിയായത് കണക്കിലെടുത്ത് UPAക്ക് അധികാരം ലഭിച്ചാൽ ഒരു കേന്ദ്രമന്ത്രിയാകാം എന്നുള്ള ചിന്തയിലാണ് PK കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിലേക്ക് മത്സരിച്ചത്. എന്നാൽ ആ മോഹം പൂവണിഞ്ഞില്ല. 2 വർഷത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും MP സ്ഥാനം വിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കാനായി എത്തി. യഥാർത്ഥത്തിൽ സംഭവിച്ചത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രത്തിലാണ് അദ്ദേഹം മത്സരിച്ചത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വിജയിച്ചു എന്നത് വാസ്തവമാണ്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ MLA സ്ഥാനം വിട്ട് ലോക്സഭയിലേക്കും പിന്നീട് ലോക്സഭ വിട്ട് വീണ്ടും നിയമസഭയിലേക്കും മത്സരിക്കാൻ എത്തിയതോടുകൂടി കേരളത്തിന്റെ മറ്റു മണ്ഡലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രത്യാഘാതം വളരെ വലുതായിരുന്നു എന്ന് പറയാതിരിക്കാനാവില്ല. ആ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വമ്പൻ പരാജയത്തിന് കാരണമായത് മറ്റ് പല കാരണങ്ങളും ഉണ്ട് എങ്കിലും അതിൽ ഒരു കാരണം ഇതുകൂടിയായിരുന്നു എന്ന് പിന്നീട് രാഷ്ട്രീയ നിരീക്ഷകർ വളരെ കൃത്യമായി തന്നെ വിലയിരുത്തിയതുമാണ്. ഈ അനുഭവങ്ങളൊക്കെ മുന്നിലുണ്ടായിട്ടും ഇപ്പോഴും കോൺഗ്രസിൽ നിന്നും സിറ്റിംഗ് എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ വീണ്ടും താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നത് എത്ര ദയനീയമായി നമുക്ക് കാണേണ്ടി വരും. ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവർ സീനിയർ നേതാക്കളാണ് എന്നതും നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സീനിയർ നേതാക്കൾ മാതൃകയാകേണ്ടവരാണ്. തങ്ങൾ അധികാരമോഹികളല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടവരാണ്. അവരാണ് ഇതുപോലെയുള്ള മോഹങ്ങളുമായി ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യരായി മാറുന്നത്. കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുപ്പ് സമിതി ചേർന്ന് ഇങ്ങനെയൊക്കെ എംപിമാർ മത്സരിക്കേണ്ട എന്നൊക്കെ തീരുമാനമെടുത്തിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ആഗ്രഹമുള്ള എംപിമാർ അവരുടെ മോഹങ്ങൾ അടക്കി വെച്ചു എന്ന് പറയാനാവില്ല. കാരണം അവരൊക്കെ ഇപ്പോഴും AICCയുടെ തീരുമാനം പ്രതീക്ഷിക്കുന്നവരായിരിക്കും. AICCയിൽ ഒരു സമ്മർദ്ദം ചെലുത്തി തങ്ങൾക്ക് മത്സരിക്കാൻ കഴിയുമോ എന്നാണ് വീണ്ടും അവർ ചിന്തിക്കുക. അങ്ങനെ അവർ ചിന്തിക്കുകയും അതിനുവേണ്ടി സമ്മർദ്ദങ്ങൾ ചെലുത്തുകയും ചെയ്യുമ്പോൾ അത്തരം എംപിമാരും നേതാക്കളും ഒരു കാര്യമാണ് തിരിച്ചറിയേണ്ടത്: കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ കൂടുതൽ അപഹാസ്യരായി മാറുകയാണ്. അതുകൊണ്ട് ഏത് മുന്നണിയാണ് എങ്കിലും ഏത് രാഷ്ട്രീയ പ്രവർത്തകരാണ് എങ്കിലും ജനങ്ങളുടെ ഹിതമനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ കഴിയണം. ജനങ്ങളുടെ വികാരങ്ങൾക്കെതിരായി മുന്നോട്ട് നീങ്ങാൻ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം തീരുമാനിച്ചാലും ഏത് മുന്നണി തീരുമാനിച്ചാലും അതിന് കൃത്യമായ തിരിച്ചടി ജനങ്ങളിൽ നിന്നും ജനകീയ കോടതിയിൽ നിന്നും ഉണ്ടാകും എന്നത് കഴിഞ്ഞ കാല അനുഭവങ്ങൾ പാഠമായിരിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്.